ഇറാൻ UAEയുടെ തന്ത്രപ്രധാന തുറമുഖമായ ഫുജൈറ ആക്രമിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇതോടുകൂടി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, അത് രണ്ടാം ഘട്ടം അവസാന ഘട്ടവുമാണ് എന്ന് ഹെഡിങ്ങോടുകൂടി ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യ മിസൈൽ ഫുജൈറയിൽ പതിച്ചു. ആദ്യ മിസൈൽ എന്നല്ല, യഥാർത്ഥത്തിൽ 12ഓളം മിസൈലുകളും അതിൽ 3 ക്രൂസ് മിസൈലും, മൊത്തം 15 ആക്രമണ പരമ്പര തന്നെ ഫുജൈറിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇത് പോർട്ടിൽ നേരിട്ട് പതിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ്. തീപിടുത്തങ്ങളൊക്കെ വലിയ രീതിയിൽ കിലോമീറ്റർ ദൂരത്തിൽ കാണുന്ന തരത്തിലുള്ള തീപിടുത്തം ഫുജൈറ കേന്ദ്രീകരിച്ച് ഉണ്ടായതായിരിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. ഹോർമുസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് എന്ന റിപ്പോർട്ടാണ് ഇതിന് കാരണമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഉപരോധം അമേരിക്ക സൃഷ്ടിക്കുമ്പോൾ സംഭരിക്കപ്പെട്ട പെട്രോളിയം വിൽപ്പന നടത്താനോ അതിർത്തി കടത്താനോ സാധിക്കാത്ത രീതിയിലുള്ള പ്രയാസം ഇറാൻ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ പ്രകടമായി തന്നെ അമേരിക്ക അടക്കമുള്ള സംഘം പിന്തുണ നൽകുന്നവരെയാണ് ഉദ്ദേശിച്ചത്. അവരനുഭവിക്കുമെന്ന് ഇറാൻ പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിയുന്നതിനിടയിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. UAEയുടെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാലയാണ് ഫുജൈറ എണ്ണ സംഭരണശാല എന്ന് പറയുന്നത്. ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തുള്ള എണ്ണ ശേഖരണ ഈ സംഭരണശാലയുടെ 2ാം സ്ഥാനത്താണ് ഫുജൈറ നിൽക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് ഏകദേശം ഒമാൻ കടലിന്റെ ഭാഗത്തായിട്ട്, ഉൾക്കടലിന്റെ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹോർമുസ് അടച്ചാലും UAE